ഓക്കെ, നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? ആരൊക്കെ നമ്മൾ പോണേ? അങ്ങനെ നോർത്ത് വെയിൽസിലേക്കുള്ള ഞങ്ങളുടെ മറ്റൊരു യാത്രാധീയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടായാലും സൗദി പോലെയിരിക്കണം എന്ന് പറയും. ഏകദേശം 1.5 മണിക്കൂറാണ് ലിവർപൂളിൽ നിന്ന് എയ്ബർ ഫാൾസിലോട്ട്. കുഞ്ഞിനെ ഒന്ന് ഉഷാറാക്കാനും അതുപോലെ ഞങ്ങൾക്കൊന്നും എനർജൈസ്ഡ് ആവാനും ഞങ്ങൾ ഹാഫ് വേയിലൊരു സർവീസസ് കയറി. മാക്ഡൊണാൾഡ്സിലെ ചിപ്സും ചിക്കൻ നഗറ്റ്സും ഒക്കെ കണ്ടതോടെ കുഞ്ഞിൻ്റെ ഉറക്ഷീണമൊക്കെ പോയി അവൻ ഡബിൾ ചാർജായി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് എയ്ബർ ഫോൾസ് ലക്ഷ്യമാക്കി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഈ കാണുന്ന മല തുറന്നുണ്ടാക്കിയ ടണലിൽ കൂടെയുള്ള യാത്ര അതിമനോഹരമായിരുന്നു. അങ്ങനെ ഒരു 3-4 ടണലുകൾ ക്രോസ് ചെയ്തിട്ടാണ് ഞങ്ങൾ എയ്ബർ ഫോൾസിലെത്തിയത്. അങ്ങനെ ഒരു ഉച്ചയോടുകൂടി ഞങ്ങൾ എയ്ബർ ഫോൾസിൻ്റെ താഴ്വാരത്തെത്തി. അവിടെ നിന്ന് അപ്പ് ഹിൽ കാർ പാർക്കിലേക്കുള്ള റോഡ് വളരെ ഇടുങ്ങിയതായിരുന്നു. കല്ലുകൾ കൊണ്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഇവിടുത്തെ ബിൽഡിങ്സ് പ്ലാന്റേഷൻ ഓർമ്മകളിലേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഏകദേശം 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ എയ്ബർ ഫോൾസ് ലൊക്കേഷനിലെത്തി. അവിടെ നമ്മളെപ്പോലെ തന്നെ പല രാജ്യത്തുള്ള ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങേണ്ട താമസം കുഞ്ഞയുടെ പണി തുടങ്ങി.
എയ്ബർ ഫോൾസ് എക്സാക്ട് ലൊക്കേഷനിലേക്ക് ഇനിയും ഏകദേശം 1 മണിക്കൂർ ഈ കാറ് വർക്ക് ചെയ്ത് കൊടുത്തൊന്ന് നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കിളി പോയി. ഒരു വാട്ടർഫോൾസ് കാണാനായിട്ട് 1 മണിക്കൂറൊന്നും കാട്ടിക്കൂടെ നടക്കാനുള്ള ആരോഗ്യമില്ലാന്നും പറഞ്ഞ് അലസൻ അവിടെ കണ്ട ഒരു കുറ്റിക്കല്ലിൽ ഇരിപ്പുറപ്പിച്ചു. അലസൻ്റെ ഒപ്പം സോനാസും കട്ടയ്ക്ക് പ്രതിഷേധം രേഖപ്പെടുത്തിയോടെ എയ്ബർ ഫാൾസ് എന്ന സ്വപ്നം പൊലിഞ്ഞു പോകുമെന്ന് ഒരു നിമിഷം ആലോചിക്കേണ്ടി വന്നു. ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അലസൻ അവൻ്റെ നിലപാടിന് ചെറിയൊരു മാറ്റം വരുത്തി. എന്നാൽ പിന്നെ വാട്ടർഫോൾ കാണാനായി. ബിരിയാണീൻ്റെ ഒപ്പം 2 ഐസ്ക്രീമും വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ സോനാസും സമ്മതിച്ചു. കുഞ്ഞനാണെങ്കിൽ പിന്നെ എന്ത് മല എന്ത് കുന്ന്, ഞാനെല്ലാത്തിനും റെഡി എന്നായിരുന്നു. എയ്ബർ ഫോൾസ് ലക്ഷ്യമാക്കിയുള്ള ഞങ്ങളുടെ യാത്രയിൽ ഫോൾസ് കണ്ട് തിരിച്ചിറങ്ങുന്ന പല രാജ്യത്തു നിന്നുള്ള ഒരുപാട് പേരെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. കല്ലും മണ്ണും നിറഞ്ഞതാണെങ്കിലും പ്രോപ്പറായിട്ടൊരു വഴി എയ്ബർ ഫോൾസിലോട്ടുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡിലുള്ള കുന്നും മലയൊക്കെ ആയിരുന്നു. ഒരു KSRTC ബസ് പോകുന്ന പോലെയായിരുന്നു കുഞ്ഞൻ്റെ യാത്ര. നടന്ന് കുഞ്ഞിക്കാല് അതിനടുത്ത് ഈടൻകുട്ടൻ പിന്നെ എൻ്റെ അലസൻ്റെ തോളിലിരുന്നുകൊണ്ടായിരുന്നു അങ്ങോട്ടുള്ള യാത്ര. സ്റ്റണ്ണിങ് നാച്ചുറൽ ലാൻഡ്സ്കേപ്പും നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയതുകൊണ്ട് ആ 1 മണിക്കൂർ യാത്ര ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. ഫോട്ടോസുകളെടുത്തും വഴിയരികിലിരുന്ന് കുരിശലം പറഞ്ഞും എട്ടൂട്ടനെ കടുപ്പിച്ചും ഒരുപാട് മെമ്മറികൾ ഞങ്ങളുണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് എത്താനായിട്ട് ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രം. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഞങ്ങൾ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഒത്തിരി ഫോട്ടോസ് എടുത്തു. പണ്ട് നോട്ട്ബുക്കൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ബാക്കിൽ കണ്ടുകൊണ്ടിരുന്ന ചിത്രങ്ങളെക്കാൾ ഒരുപാട് മനോഹരമായിരുന്നു ഇതെല്ലാം കാണാൻ.
ഇവിടെ നിന്നിട്ടുള്ള എട്ടൂട്ടൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഇത്രയും ദൂരം നടന്നു വന്നിട്ടുള്ള ഞങ്ങളുടെ ക്ഷീണമെല്ലാം അങ്ങ് പോയി. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരാനുള്ള ഒരുക്കങ്ങളെല്ലാം ഞങ്ങൾ ആരംഭിച്ചു. ഏടുവിനാണെങ്കിൽ മനസ്സില്ല മനസ്സോടെ അതിന് സമ്മതിക്കേണ്ടിയും വന്നു. ഒരു മണിക്കൂർ നടക്കേണ്ടതുള്ളതുകൊണ്ട് വാട്ടർഫോൾസ് കാണാൻ വരണില്ല എന്ന് പറഞ്ഞ അലസൻ പിന്നെ തിരിച്ചു കൊണ്ടുപോകാനായി അവനെ പാട്. ഫോട്ടോസ് എടുത്തിട്ടും അവന് മതിയായില്ല. പിന്നെ മനസ്സില്ലാ മനസ്സോടെ പിന്നെ ഒരിക്കൽ കാണാമെന്ന് ഏബർ ഫോൾസിന് വാക്ക് കൊടുത്ത് ഞങ്ങൾ 4 പേരും അവിടെ നിന്ന് ഇറങ്ങി. അങ്ങോട്ട് കയറിപ്പോയതുപോലെ തന്നെ ക്രമമായ സമയങ്ങളിൽ ബ്രേക്ക് എടുത്തുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങൾ തിരിച്ചു ഇറങ്ങിയത്. ഈ യാത്രയിലെ ഏറ്റവും വലിയ അട്രാക്ഷനിൽ ഒന്നായിരുന്നു ഇതുപോലത്തെ മനോഹരമായൊരു സ്ഥലത്തിരുന്ന് എട്ടുവിന് അവൻ്റെ മമ്മമ്മ കഴിക്കാൻ പറ്റിയത്. കോക്കോമലം കണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എയ്ഡു അങ്ങനെ നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു. അങ്ങനെ കണ്ണുകൾക്ക് ഒരുപാട് വിഷ്വൽ ട്രീറ്റ് സമ്മാനിച്ച ഏബർ ഫോൾസിനും പ്രാന്തപ്രദേശങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദികൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് തിരിച്ച് യാത്ര തിരിച്ചു. That's the end of our Eber Waterfalls road trip to North Wales from Liverpool. Thank you.